അങ്ങനെ വെളുപ്പിന് 4:30 എണീറ്റു. ജസ്റ്റ് ഫ്രഷായി 1-2 വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ എനിക്കൊരു സ്ട്രോങ് കോഫി കുടിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു അടിപൊളി കട്ടൻ കാപ്പി ഉണ്ടാക്കി. അപ്പോൾ ഇത് നാടൻ കാപ്പിപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കോഫി ഉപയോഗിക്കുന്നത് ഷുഗർ ഫ്രീ ഉപയോഗിച്ചിട്ടാണ്. എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ. നല്ല മണമാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ കോഫിയുടെ മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോവും. അങ്ങനെ ചൂടനാവി പറക്കുന്ന കട്ടൻ കാപ്പി ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോഫി നിന്ന് കുടിക്കുവാണെന്ന് കരുതണ്ട. ഞാൻ ജസ്റ്റ് കോഫി കുടിച്ച് എന്നിട്ട് ഞാൻ പണി ചെയ്യുന്നതിൻ്റെ സൈഡിൽ കൂടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് സമയം ഇല്ലാഞ്ഞിട്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഈ ഒരു കോരി ചെറിഞ്ഞ മഴയത്തിരുന്ന് കട്ടൻ കാപ്പി കുടിക്കണമെന്നുണ്ട്. പക്ഷെ ബാക്കി പണികൾ ചെയ്യണ്ടേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ. നമ്മുടെ വലിയ ക്ലീനിങ്ങൊക്കെ നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടാണ്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പച്ചമ്പിലാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇച്ചിരി പാത്രം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പച്ചമ്പിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം എളുപ്പമുണ്ട്. എന്താണെന്ന് വെച്ചിട്ട് അത് അവിടെ നിന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ പണികൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് സമയം കുറവായതുകൊണ്ട് ഞാൻ അപ്പച്ചമ്പിൽ വെച്ചു. അതിന് സ്റ്റൗ എത്തിച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചു. പുട്ടുപൊടി എടുത്തു. എന്നിട്ട് ഞാൻ ഇത് നമ്മൾ സാധാ വെള്ളത്തിലാണ് കേട്ടോ കുഴയ്ക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പം മൊത്തത്തിൽ സമയം കുറവായതുകൊണ്ട് ഫുൾ ഉടായ്പാണ്. എന്നിട്ട് ഞാൻ എന്താ പറയുക, ഉപ്പിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെറുപയർ വെച്ചു. ചെറുപയർ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ പുട്ടും ചെറുപയറും അതുപോലെ പപ്പടും പഴം കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പുട്ട് ഒരിടത്ത് കുക്കർ വിസിലടിച്ചു. അപ്പോൾ നമ്മൾ പയറിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വത്തലമുളക് തീർന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ കത്തലമുളക് ഇത്തിരി അതൊക്കെ ചതച്ച് വെച്ചു. അതിനിടയ്ക്ക് പുട്ട് ഒരു 3/4 പരുവമായിട്ടോ വെന്തു. അപ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിലാണേ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഈ ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടു. ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വത്തലമുളക് കുറവായതുകൊണ്ട് ഞാൻ മുളക് പൊടിയും ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഉപ്പിട്ട് വഴറ്റിയാൽ അത് പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതിട്ട് വഴറ്റി. സാധാരണ നമ്മൾ ഈ കടുക് വറുക്കുന്നതിന് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോൾ അങ്ങ് പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി ഞാൻ ഇട്ടു കേട്ടോ. സാധാരണ വത്തലമുളകാണ് ഞാൻ ഇടാറ്. അപ്പോൾ ഇന്നിപ്പം വത്തലമുളക് കുറവായതുകൊണ്ട് മുളക് പൊടി ഇട്ടു. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തു. അത് മൂത്ത് നല്ല രസമില്ലേ കളർ കാണാൻ. അപ്പോൾ അത് മൂത്ത് വന്നപ്പം അപ്പോഴും ഒരു സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ പുട്ട് വെന്തു. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുട്ടൊന്ന് ഇളക്കി ഒരു ഇത്തിരി ടൈം കഴിയുമ്പം അതാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേങ്ങയൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി വെച്ചു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പയറിനുള്ള സാധനങ്ങൾ ശരിയായിട്ടോ. അപ്പം പയറിട്ടു. ഈ പുക കുക്കർ തുറന്നതിൻ്റെയാണേ. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇനിയിപ്പം പയർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ. ഞാൻ സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് എന്താ പറയുക, 3-4 ടൈപ്പ് രീതി ഞാൻ വയ്ക്കും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പയർ സെറ്റായി. അടിപൊളി പയർ ആയി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ പുട്ടുമായി, പയറായി, പിന്നെ പപ്പടം പഴം നമുക്കുണ്ടല്ലോ. കണ്ടോ, നല്ല സ്വാദേറിയ പയർ കറി. അപ്പോൾ അങ്ങനെ പയർ ഒലത്തിയതെന്നാണ് നമ്മളിവിടെ പറയാറ്. പയർ ഒലത്തിയത് എന്ന് വെച്ചാൽ മമ്മിയുടെ നാട്ടിലൊക്കെ പയർ ഒലത്തിയെന്നാണ് പറയാറ്. അപ്പോൾ അന്നേരം മുളക് പൊടി ചേർക്കില്ല, ഞാൻ മുളക് പൊടി ചേർത്തുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാൻ പാത്രത്തിലേക്ക് എടുത്തു. നല്ല അടിപൊളി പയർ കറി. അതിന് പുട്ട് നല്ല സെറ്റായിട്ടോ. ആവി വറക്കുന്ന ചൂടൻ പുട്ട്. നോക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട്? ഒരു കുഴപ്പമില്ല. അപ്പം ഇത്തിരി പോയിട്ടോ. അങ്ങനെ ഞാനത് പാത്രത്തിലേക്ക് എടുത്തു. ആവി വറക്കുന്നത് കണ്ടോ. ഈ പുട്ടിങ്ങനെ വെന്ത് വരുന്നൊരു മണവും നല്ല മണമാണ്. അപ്പം ഇന്നത്തെ ഇപ്പം എല്ലാം സെറ്റായി. ആവി വറക്കുന്ന ചൂടൻ പുട്ടും കണ്ടോ. കഴിക്കാൻ തോന്നുന്നുണ്ടോ? കഴിക്കാൻ പോരേട്ടോ. ആ കൂടെ പയർ കറി, പപ്പടവും പഴവും. എന്താണ് സുഖം അല്ലേ? അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് പുട്ടെടുത്തു കേട്ടോ. അപ്പോൾ എടുത്തു. എന്നിട്ട് പയർ കറി വെച്ചു. ചെറുപയർ ഞാൻ പറഞ്ഞു 3-4 ടൈപ്പ് വെക്കും. ഈ ടൈപ്പ് ഒന്ന് വെച്ച് നോക്കണം, ടേസ്റ്റാണ് കേട്ടോ. പപ്പടം എടുത്തു. അങ്ങനെ റോബസ്റ്റ പഴമാണ്. അപ്പോൾ പഴം എടുത്തു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടൻ പുട്ടും അടിപൊളി
പയറുലത്തിയതും പപ്പടവും റോബസ്റ്റ പഴവും. അങ്ങനെ ഞാൻ ദേ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ദേ കഴിച്ചു. ദേ നോക്ക് ആവി പറക്കുന്നു. എന്നാ ടേസ്റ്റാണെന്നറിയോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതോടുകൂടി അവസാനിച്ചു. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് വലിയൊരു സെഷനാണ് കേട്ടോ. അപ്പം അതാണ് ഏറ്റവും വലുത്. ഇത് ഞാൻ പഴം കൂട്ടിയാണ് കേട്ടോ. കറി കൂട്ടി ഞാൻ കഴിക്കും, പഴം കൂട്ടിയും കഴിക്കും കേട്ടോ. അതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നി. ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു ഇത്തിരി ടൈം. ഗുളികയാണ്, ഗുളിക ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടിനേക്കാളും ഗുളികയുണ്ട് എനിക്ക് കഴിക്കാൻ. അപ്പോൾ ഞാനത് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചത്തേനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് കിടന്നാണ് മയങ്ങിപ്പോയി, അങ്ങ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെ ചോറുണ്ടാക്കി. അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു മുട്ട പൊരിച്ചു, തേങ്ങ ഇട്ടിട്ട് മുട്ട പൊരിച്ചു. ഉണക്കമീൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ പയറ് മെഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു. മെഴുക്കുവരട്ടി പയറുലത്തി എന്നൊക്കെ പറയാം, ശരിക്കും പയറുലത്തിന് മുളക് പൊടി ഇടില്ല കേട്ടോ. അപ്പോൾ ഇത് മെഴുക്കുവരട്ടിന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങാച്ചാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ ചോറ്, മുട്ട പൊരിച്ചത്, ഉണക്കമീൻ വറുത്തത്, നാരങ്ങ അച്ചാറും പിന്നെ നമ്മുടെ പപ്പടമുണ്ട്, കുട്ടിപ്പപ്പടവും ഉണ്ട്, പിന്നെ പയറുലത്തിയതുമാണ്. അപ്പോൾ ഇത്രയും കൂട്ടി ആണ് ഉച്ചയ്ക്ക് നമ്മളിന്ന് ഊണിനുള്ളത്. ഇത്രയൊക്കെ മതി അല്ലേ? എനിക്ക് ചൂടൻ ചോറിന് നാരങ്ങ എന്നല്ല അച്ചാറായാലും മതി കേട്ടോ. ചൂടൻ ചോറൊന്നുമില്ല, ചോറും അച്ചാറായാലും ഞാൻ കഴിക്കും. എനിക്ക് ഇന്നത് വേണം എന്നൊന്നും ഇല്ല കേട്ടോ, എന്തും ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതെന്ന് പറയുന്നത് തന്നെ വലിയൊരു സദ്യയാണ്. അപ്പം ഇങ്ങനെ ഒരു ഊടായ്പ തട്ടിക്കൂട്ടൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചയൂണൊക്കെ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ആ ചോറും ആ പയറും അതുപോലെ പപ്പടവും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കറികൾ മതി അല്ലേ? അത്യാവശ്യം ടേസ്റ്റുള്ള എന്തെങ്കിലും കറി നമ്മൾ ഉണ്ടാക്കിയാൽ അത് മതി, ഒരുപാടൊന്നും വേണം എന്നില്ല അല്ലേ, സാഹചര്യത്തിനനുസരിച്ച്. അപ്പോൾ അച്ചാറും കൂടെ തൊട്ട് നോക്കി, അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.